ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രീൻ പീസ് കറി റെസിപ്പിയാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 3 പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില, ഒരു വലിയ സവാള, 1.5 തക്കാളി, മസാലയ്ക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 കപ്പ് കട്ടി തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ എരിവിന് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇനി നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടാണ് സവാള വഴറ്റിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മസാലകൾ ഫ്രൈ ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. മസാല ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി വരുന്നത് വരേക്കും ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ തക്കാളി നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗ്രീൻ പീസാണ് ഇട്ടിട്ടുള്ളത്. ഒരു 4-5 വിസിലോളം വേവിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഇട്ടിട്ട് ഒരു നല്ല തിള വരണം. അപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.